നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പേരാമ്പ്ര തേശ്ശേരിയിൽ വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശീയപാത പേരാമ്പ്ര നാടുകുന്നിൽ ബസ് സ്കൂട്ടറിൽ ഇടിച്ച് വയോധികന് ദാരുണാന്ത്യം. പുതുക്കാട് മണ്ഡലത്തിലെ 40,000 വനിതകളെ കൃഷിയിലേക്കെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പൊലിമ പുതുക്കാടിന്റെ 5 ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ കോടശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ദർശൻ യാത്രയും ഗാന്ധി പ്രതിമ അനാച്ഛാദനവും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കൊടകര അഴകം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത നവാഹ യജ്ഞം ഒക്ടോബർ 1 ചൊവ്വാഴ്ച മുതൽ ഒക്ടോബർ 10 വ്യാഴാഴ്ച വരെ നടക്കും. വിശദമായ വാർത്തകളിലേക്ക്. പേരാമ്പ്ര തേശ്ശേരിയിൽ വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തേശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മേലൂർ സ്വദേശി കാട്ടുപറമ്പിൽ വീട്ടിൽ 66 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 5:30 സമീപവാസികളാണ് മൃതദേഹം കണ്ടത്. കട്ടിലിൽ കിടന്ന നിലയിലാണ് മൃതദേഹം. 4 ദിവസത്തോളം പഴക്കമുണ്ട്. 4 വർഷമായി ഇയാൾ തനിച്ചാണ് താമസിക്കുന്നത്. കൊടകര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മുളങ്ങുന്നതുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ബസ്സുമായി കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കൊടകര വല്ലപ്പാടി കുളത്തൂപ്പറമ്പിൽ കൃഷ്ണനാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ദേശീയപാത കൊടകര പേരാമ്പ്ര നാടുകുന്ന് ബസ് സ്റ്റോപ്പിനു സമീപം തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന സ്കൂട്ടറിനെ ബസ് മറികടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ കൃഷ്ണനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാലക്കുടി പോലീസ് കേസെടുത്തു. ഭാര്യ സുലോചന, മക്കൾ പ്രദീപ്, പരേതനായ പ്രജേഷ്, മരുമകൾ നീതു. പുതുക്കാട് മണ്ഡലത്തിലെ 40,000 വനിതകളെ കൃഷിയിലേക്കെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പൊലിമ പുതുക്കാടിന്റെ 5 ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചു. 5ാം ഘട്ട വിളവെടുപ്പ് കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷയായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വിശിഷ്ടാതിഥിയായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ S സ്വപ്ന പദ്ധതി വിശദീകരിച്ചു. തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ എന്നിവർ സംസാരിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ കോടശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ദർശൻ യാത്രയും ഗാന്ധി പ്രതിമ അനാച്ഛാദനവും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2-ാം തീയതി രാവിലെ 8 മണിക്ക് ചൌക്ക സെന്ററിൽ പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MT ഡേവീസ് ഗാന്ധി ദർശൻ യാത്ര ഉദ്ഘാടനം ചെയ്യും. ജലജീവൻ മിഷന്റെ ഭാഗമായി പൊളിച്ചിട്ട റോഡുകൾ പുനർനിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കൈവശം പണമില്ലാത്തതുകൊണ്ട് നിർമ്മാണ ജോലികൾ പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വിഹിതം ലഭിച്ചെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ വിഹിതമെടുക്കാൻ പണമില്ലാതെ വന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെങ്കിലും കുറ്റം പഞ്ചായത്തിന്റെ പേരിൽ ആരോപിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPMന്റെ അപവാദ പ്രചരണങ്ങൾക്കെതിരെയാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. സമാപന സമ്മേളനം വൈകിട്ട് 6 മണിക്ക് മേച്ചിറ ജംഗ്ഷനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് ഉദ്ഘാടനം ചെയ്യും. മാധ്യമപ്രവർത്തകൻ R ബാലകൃഷ്ണൻ ഗാന്ധി സന്ദേശവും നൽകും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KP ജെയിംസ്, മണ്ഡലം പ്രസിഡന്റ് MO ജോൺസൺ, ജനറൽ സെക്രട്ടറി റിൻസൺ മണവാടൻ, പാർട്ടി ലീഡർ ML ഷാജു എന്നിവർ പങ്കെടുത്തു. കോടശ്ശേരി കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാനത്ത് ഒരു ഗാന്ധി കേന്ദ്ര സംസ്ഥാന പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയം പറയുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ മൂല്യങ്ങളും ദർശനങ്ങളും പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് കോടശ്ശേരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി ഈ ദർശൻ യാത്ര നടത്തുന്നത്. കൊടകര അഴകം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത നവാഹ യജ്ഞം ഒക്ടോബർ 1 ചൊവ്വാഴ്ച മുതൽ ഒക്ടോബർ 10 വ്യാഴാഴ്ച വരെ നടക്കും.
ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും. തുടർന്ന് ആചാര്യവരണവും ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യ പ്രഭാഷണവും ഉണ്ടായിരിക്കും. കൊളത്തൂർ പുരുഷോത്തമനാണ് യജ്ഞാചാര്യൻ. വൈകിട്ട് 7-ന് ഇരിങ്ങാലക്കുട അമൃതവർഷിണി അവതരിപ്പിക്കുന്ന ഭക്തിഗാനമഞ്ജരി ഉണ്ടായിരിക്കും. ചാലക്കുടി നഗരസഭ രാജീവ് ഗാന്ധി ടൌൺ ഹാളിന്റെ വാടക കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സ്വതന്ത്ര കൌൺസിലർ കെ.എസ്. സുനോജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ക്ലബ്ബുകൾ, വായനശാലകൾ, കലാസാംസ്കാരിക സംഘടനകൾ തുടങ്ങിയവർക്ക് പരിപാടികൾ സംഘടിപ്പിക്കാൻ ടൌൺ ഹാളിന്റെ വാടകയിൽ ഇളവ് വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. പ്രതിഷേധ സമരത്തിന് പിന്തുണയുമായി ചാലക്കുടി പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ, ചാലക്കുടി ടൌൺ ഇമാം ഹാജി ഹുസൈൻ ബാഗവി, SNDP യൂണിയൻ സെക്രട്ടറി കെ.എ. ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ R.V. രാമകൃഷ്ണൻ, കലാഭവൻ ജയൻ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, സുരേഷ് മൂട്ടത്തി, N. കുമാരൻ, P.D. ദിനേശ്, സുധീഷ് ചാലക്കുടി എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുമെന്ന് കൌൺസിലർ കെ.എസ്. സുനോജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവരും ഒരു ആവശ്യമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത് മാത്രമാണ് ചാലക്കുടിക്കാരുടെ സ്വന്തമായിട്ടുള്ള ചാലക്കുടി ടൗണിലാണ് ചാലക്കുടിയിലെ സാധാരണക്കാരെ ജനങ്ങൾക്ക് എല്ലാ സംഘടനകൾക്കും ഉപയോഗിക്കുന്ന കഴിയുന്ന രീതിയിലേക്ക് വാടക നിരക്ക് കുറച്ചുകൊണ്ട് വരാൻ നമുക്ക് കഴിയുള്ളൂ. അതിനുവേണ്ടിയാണ് പ്രശ്നങ്ങൾ നടത്തുന്നത്. ഈ നോട്ടീസ് പേരിലുള്ള ആൾക്കാരെ കണ്ടിട്ട് സംസാരിച്ചിട്ടാണ് നമ്മൾ പേരിട്ടുള്ളത്. ചേർപ്പെട്ടുമന പാടത്ത് മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥിക്കഷ്ണങ്ങളും കണ്ടെത്തി. തിങ്കളാഴ്ച രാവിലെ പാടത്ത് ട്രാക്ടർ അടിക്കാൻ വന്ന പ്രദേശവാസിയാണ് അസ്ഥിക്കഷ്ണങ്ങൾ കണ്ടെത്തിയത്. 1.5 മാസം മുൻപ് കാണാതായ ആളുടേതെന്ന് സംശയിക്കുന്ന ട്രൌസറും ചെരുപ്പും പോലീസ് കണ്ടെത്തി. ഇയാളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും സ്ഥലത്തെത്തി ഇതെല്ലാം തിരിച്ചറിഞ്ഞു. ചേർപ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാലക്കുടി മാത്യു നഗർ പരിസരത്ത് നിന്നും ഇരുചക്ര വാഹനം മോഷ്ടിച്ചു. മോഷ്ടാവിന്റെയും മോഷണ ദൃശ്യങ്ങളും നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞു. ഉച്ചയ്ക്ക് 1:30-യോടെയാണ് സംഭവം. മോഷ്ടിച്ച മറ്റൊരു ബൈക്കുമായി കള്ളൻ സ്ഥലത്തെത്തി. തുടർന്ന് വാഹനം ഈ പ്രദേശത്ത് ഉപേക്ഷിച്ച് 100 മീറ്ററോളം നടന്നു നീങ്ങി ജനവാസ മേഖലയിൽ നിർത്തിയിട്ടിരുന്ന ആക്ടിവ സ്കൂട്ടർ മോഷ്ടിച്ച് കടന്നുകളയുകയായിരുന്നു. മോഷണ ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാവിനെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഗുരുവായൂർ തൊഴിയൂർ മാളിയേക്കൽപ്പടിയിൽ ബൈക്ക് സൈക്കിളിലിടിച്ച് 2 പേർ മരിച്ചു. സൈക്കിൾ യാത്രികൻ തൊഴിയൂർ കർണംകോട്ട് വീട്ടിൽ 56 വയസ്സുള്ള രാജൻ, ബൈക്ക് യാത്രികൻ കാവിയുടെ ഏറത്ത് വീട്ടിൽ 22 വയസ്സുള്ള അക്ഷയ് എന്നിവരാണ് മരിച്ചത്. താമരയൂർ ദേവീസ് ബേക്കറി ജംഗ്ഷനു സമീപം കച്ചവടം ചെയ്യുന്ന സുരേഷിന്റെ മകനാണ് അക്ഷയ്. ബൈക്കിൽ കൂടെ ഉണ്ടായിരുന്ന കാട്ടകാമ്പാൽ കേച്ചിരിപ്പറമ്പിൽ സത്യന്റെ മകൻ 22 വയസ്സുള്ള നിരഞ്ജൻ പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുവായൂർ ഭാഗത്ത് നിന്ന് വടക്കേക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് എതിർദിശയിൽ വന്നിരുന്ന സൈക്കിളിൽ ഇടിക്കുകയായിരുന്നു. മരിച്ച രാജൻ സംഭവസ്ഥലത്തിന് സമീപം ചായക്കട നടത്തുന്ന ആളാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ വീണ്ടും. പേരാമ്പ്ര തേശ്ശേരിയിൽ വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി.
ദേശീയപാത പേരാമ്പ്ര നാടുകുന്നിൽ ബസ് സ്കൂട്ടറിൽ ഇടിച്ച് വയോധികന് ദാരുണാന്ത്യം. പുതുക്കാട് മണ്ഡലത്തിലെ 40,000 വനിതകളെ കൃഷിയിലേക്കെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പൊലിമ പുതുക്കാടിന്റെ 5 ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ കോടശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ദർശൻ യാത്രയും ഗാന്ധി പ്രതിമ അനാച്ഛാദനവും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കൊടകര അഴകം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത നവാഹ യജ്ഞം ഒക്ടോബർ 1 ചൊവ്വാഴ്ച മുതൽ ഒക്ടോബർ 10 വ്യാഴാഴ്ച വരെ നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.